ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് പുതിയൊരു ചെടി പരിചയപ്പെടാം. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കലാഞ്ചിയോ പോലെ തോന്നും. ഞാനും ആദ്യം ഈ ഒരു ചെടി കലാഞ്ചിയോ എന്നാണ് വിചാരിച്ചിരുന്നത്. ഇതിൻ്റെ പേര് സെഡം പ്ലാന്റ്സ് എന്നാണ്, സ്റ്റോൺ ക്രോപ്സ് എന്നും ഇത് അറിയപ്പെടും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു സക്യുലൻ്റ് ടൈപ്പ് ചെടീനത്. ഇതിൻ്റെ ഇലകളൊക്കെ കണ്ട, ഇതിൻ്റെ തണ്ടിലും ഇലകളിലൊക്കെ ഒരുപാട് വെള്ളം ശേഖരിച്ച് വെച്ച് കുറച്ച് കട്ടിയുള്ള ഫ്ലഷി ആയിട്ടുള്ള ഇലകളാണ് ഇതിനുള്ളത്. ഇതിൻ്റെ പൂവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നിച്ച് വിരിയില്ല. ഇതിൻ്റെ പൂക്കൾ ഒരേ സൈഡിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് വിരിയുള്ളൂ. അതാണ് ഇതിൻ്റെ പൂവിൻ്റെ പ്രത്യേകത. അതേപോലെ തന്നെ ഒരു ഡബിൾ ഷെയ്ഡായിട്ടാണ് വിരിയുള്ളൂ. ഒരു പിങ്കും മഞ്ഞയും കൂടിയിട്ട് ഒരു മിക്സായിട്ടുള്ളൊരു കളറാണ് ഇതിൻ്റെ പൂക്കൾ. ഇത് പിന്നെ നമുക്ക് വെയിലത്ത് വെച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ്. ഇതിൻ്റെ തണ്ടിലും ഇലയിലും വെള്ളം കെട്ടി നിൽക്കുന്ന പ്രകൃതം ആയതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടീന്. മരുഭൂമിയിലൊക്കെ സക്കിലൻ്റൊക്കെ ഉണ്ടാവില്ലേ, സക്കിലൻ്റ് വിഭാഗത്തിൽ പെടുന്നതായതുകൊണ്ട് മരുഭൂമിയിലൊക്കെ വളരുന്ന ചെടീന്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിൽ നന്നായി ഇത് എത്രയായാലും കുഴപ്പമില്ലാത്തൊരു ചെടീന്. പിന്നെ ഇതിൻ്റെ കടകളിൽ നിന്ന് കണ്ട ചെറിയ ചെറിയ തൈകളൊക്കെ മുളച്ച് വരുന്നത്, ഒരുപാട് തൈകൾ ഇതിൻ്റെ കടഭാഗത്തു നിന്ന് ഇതേപോലെ മുളച്ച് വരും. ഈ ഒരു ചെടി നമ്മൾ താഴെ വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കൂടുതൽ തൈകൾ ഉണ്ടാവാനും നല്ലതാണ്. താഴെ പെട്ടെന്ന് ഇതിൻ്റെ പുതിയ തൈകൾ പൊട്ടിമുളച്ച് പെട്ടെന്ന് ഇത് വലിയൊരു ചെടിയായി മാറും. പിന്നെ വെള്ളം ഇത്തിരി കൂടിപ്പോയാലും താഴെ വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാത്തൊരു ചെടീന്. ഈ ചെടി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നന്നായി വെള്ളം വാർന്ന് പോണ മണ്ണാവണം. വെള്ളം ലേശം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അഴുകിപ്പോണ ഒരു ചെടിയും കൂടിന്. പെട്ടെന്ന് ഇത് ഈ ചെടി നശിച്ചു പോവും. പിന്നെ ഇതിൻ്റെ തൈകൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് ഇതിൻ്റെ ചെറിയ തണ്ടുകൾ നമുക്ക് മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇലയുമെന്നും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം. നല്ല കട്ടിയുള്ള ഇലകളായതുകൊണ്ട് ഇതിൻ്റെ നല്ല മൂത്ത ഇലകൾ നോക്കിയെടുത്ത് അത് നമ്മൾ മണ്ണിൽ വെച്ച് ചെറുതായിട്ട് മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് മുളകൾ വന്ന് തുടങ്ങും. അപ്പോൾ മുളകളൊക്കെ തൈകളായിട്ട് മാറും. പിന്നെ ചെറിയ ചെടികളായിട്ട് ആ ഇലയമെന്നും മുളച്ച് വരും. അങ്ങനെ നമുക്ക് ഇലയമെന്നും ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.